ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എനർജി നോർമൽ എനർജി അല്ല, നെഗറ്റീവ് എനർജി. എങ്ങനെയാണ് നമുക്ക് ഒരു നെഗറ്റീവ് എനർജിയെ കളയാൻ സാധിക്കുക? ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇടുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു എനർജി കളയുന്ന രീതിയല്ല. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതിയ വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വാടക വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന കുറച്ച് എനർജീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വീട് ആക്ച്വലി ഒരു പുതിയ വീടാണ്. അപ്പോൾ ആ ഒരു പുതിയ വീട് പണിഞ്ഞപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി, എന്തായാലും ആ വീട് പണിയെല്ലാം പൂർത്തിയാകുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരിക്കലും ആ വീട്ടിലുണ്ടാവില്ല. അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അതായത് ഇത് കഴിഞ്ഞു, അടച്ചിട്ടിരിക്കുവാണ്, അല്ലെങ്കിൽ പണി കഴിഞ്ഞു, അവരുടെ അധ്വാനവും കാര്യങ്ങളും, അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. റിലീസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എനർജി അവിടെ ഉണ്ടായത് നെഗറ്റീവ് എനർജിയാണ്. ഇനി നമ്മളൊരു വാടക വീട് മാറുന്നു, വാടക വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വാടക വീട്ടിലേക്ക് മുമ്പ് താമസിച്ചിരുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരെന്തായാലും ആ വാടക വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ പോയ ആൾക്കാരുടെ ഒരു നെഗറ്റീവ് എനർജി എന്താണ്, അവിടെ സ്റ്റേബിളാക്കി നിർത്തിയിട്ടായിരിക്കും ഇവർ പോകുന്നത്. അത് അവർ പോലും അറിയാതെ സ്റ്റേബിളായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മളൊരു പുതിയ വീട് വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ റെൻറ്റിൽ നമ്മൾ താമസിക്കുന്നവർക്കും നമ്മുടെ വീട്ടിൽ, അതായത് കുറച്ച് നല്ല രീതിയിൽ വെൽത്ത് കൊണ്ടുവരുന്നതിനും നെഗറ്റീവ് എനർജിയെ കളയുന്നതിനും വേണ്ടിയിട്ടുള്ള ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കാണ്. ഫസ്റ്റ് നിങ്ങൾ പുതിയ വീട് വാങ്ങുകയാണ്, അല്ലെങ്കിൽ റെൻറ്റ് ഹോം ആണെങ്കിൽ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യം. അതിൽ ഫസ്റ്റ് വന്നെന്ന് പറയുന്നത് നമ്മൾ റിലീസ് ചെയ്യുക, എനർജിയെ നമ്മൾ എന്ത് ചെയ്യുക, പുറന്തള്ളുക. എങ്ങനെയാണ് എനർജിയെ പുറന്തള്ളുന്നത്? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുതിയ വീടോ അല്ലെങ്കിൽ റെൻറ്റഡ് ഹോമോ ആണെങ്കിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചന്ദനത്തിരി ഉണ്ടല്ലോ, ചന്ദനത്തിരി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചുറ്റും ആ ഒരു റൂമിൻ്റെ അകത്ത് എല്ലാ ഇടങ്ങളിലും നമ്മളൊന്ന് പുകയ്ക്കുക. കാരണം ഇതൊരിക്കലും ഒരു സ്പിരിച്വൽ മെത്തേഡിലല്ല പറയുന്നത്. അതായത് ഈ പുക ഇടുക എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ മൊത്തം എന്താണ്, ആ പുക വന്നിട്ട് കുറച്ച് നെഗറ്റീവായിട്ടുള്ള, അതായത് വളരെ എന്തെങ്കിലും ബാക്ടീരിയസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് പോകുന്നതിന് സഹായിക്കും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പില്ലേ, അതായത് റൂമിൻ്റെ എല്ലാ വശങ്ങളിലും കുറച്ച് ഒരു ഇമ്മിണി, അത് മൊത്തം വാരി ഇടണമെന്നല്ല പറഞ്ഞ് കുറച്ച് എന്ത് ചെയ്യുക, കല്ലുപ്പ്, റോക്ക് സോൾട്ട് നമ്മൾ ഇടുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് കളർ ക്യാൻഡിൽ, നമ്മുടെ ക്യാൻഡിൽ വൈറ്റ് കളർ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒന്ന് കത്തിക്കുക. ക്യാൻഡിൽ എന്ന് പറയുന്നത് വെളിച്ചമാണ്, അത് പ്രോസ്പെരിറ്റിയെ കൊണ്ടുവരും, പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. തീയെന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട ഒന്നാണ്, വളരെ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ട ഒന്നാണ്. അഗ്നിയിലാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ചു വെക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഡോറുകളെല്ലാം വൃത്തിയായിട്ട് തുറന്നിടുക, വായു സഞ്ചാരം കയറ്റുക. അപ്പം ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജീസ് പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊരിക്കലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമല്ല, നിങ്ങളുടെ ജേണിയാണ്. പുതിയൊരു വീട്ടിലേക്കോ വാടക വീട്ടിലേക്ക് താമസിക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവായൊരു എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ.